ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ റന, ഇത് എൻ്റെ ഹസ്ബൻഡ് ഹർഷാദാണ്. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇദ്ദേഹം പിന്നെ സ്റ്റേഷനറി ഒക്കെ ഹോൾസെയിലായിട്ട് ചെയ്യാണ്. അതേപോലെ നമുക്കൊരു ഫാൻസി ഷോപ്പും ഉണ്ട് ഇവിടെ റീറ്റെയിലായിട്ട്. നമ്മുടെ പ്ലേസ് വരുന്നത് വയനാടാണ്. അപ്പോൾ ഇന്നോടിട്ട് നമ്മളൊരു വ്ളോഗ് എന്നുള്ളൊരു രീതിക്ക് ചെയ്യാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നിത്യജീവിതത്തിൽ നടക്കുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുക എന്നുള്ളൊരു കണ്ടന്റ് ഞങ്ങൾ വന്നതാണ്. അപ്പൊ എല്ലാവരും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഫസ്റ്റത്തെ വീഡിയോ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണെന്ന് വെച്ചാല്, ഞാനിപ്പോ ഡെലിവറി കഴിഞ്ഞ് കിടക്കണേ. അപ്പൊ എന്റെ മോൻക്ക് കിട്ടിയ മോനാണ് കേട്ടോ, മോനാണ്. അപ്പൊ മോൻക്ക് കിട്ടിയ കുറച്ച് ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ചു. അതിൽ കുറച്ചൊക്കെ നമ്മൾ ഉപയോഗിച്ചു, കാരണം മോന് വലുതാവല്ലേ. അപ്പൊ ചെറുതൊക്കെ നമ്മള് ഉപയോഗിച്ചു. അപ്പൊ ബാക്കിയുള്ളതെന്നല്ല, നമ്മള് നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് നല്ല സേഫായി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. ഇതിന് കാണിച്ചു കൊടുക്ക്. ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ് കേട്ടോ, ഒരു സ്യൂട്ട് ടൈപ്പാണ്. നമുക്ക് വേഗം കണ്ടുപോവാം. പിന്നെ ഇത് സെക്കൻഡ് ഡ്രസ്സ്. അത് നമുക്കറിയുന്ന ഇത് പിന്നെ ഞങ്ങളുടെ ഉമ്മ തോന്നുന്നു, ഉമ്മ വാങ്ങിയതല്ലേ. ഓക്കെ ഓക്കെ, മച്ചീന്റെ സെലക്ഷൻ ആണ് കേട്ടോ. അത് രസല്ലേ? ഇത് ഞങ്ങൾ ഒരു വട്ടം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ്. പിന്നെ സെക്കൻഡ് ഇതാണ്. അപ്പൊ അടുത്ത ഡ്രസ്സ് ഇതാണ്. അതിൻ്റെ ഒരു ട്രൗസർ അധികം വൈറ്റ് ആട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ള. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മടക്കി പോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞാൽ ഇരുന്ന് മടക്കേണ്ടി വരും. അതൊരു ജോലി തന്നെയാണ്. അല്ല, കാക്കുവിന്റെ മടക്കല് സുഖമാണ്, കാരണം കാക്കു ഫസ്റ്റ് വർക്ക് ചെയ്തത് ടെക്സ്റ്റൈൽസിലാണ്. പക്ഷെ ചെയ്തിട്ടില്ല എന്നുള്ളൂ. ഇതാണ് കേട്ടോ, ഒരു നല്ല രസമുണ്ടല്ലേ കാണാൻ. പക്ഷെ അത് കുറച്ചുകൂടെ വലുതാണോ, തടി വെക്കണം അല്ലേ. തൊപ്പിയുണ്ട്. അങ്ങനെ ഇതൊന്ന് ഇവിടെ കിടന്ന് കളിക്കണേ ഇല്ല, എടുത്തേ തീരൂ. ഇപ്പൊ ചെരിഞ്ഞൊക്കെ അതാണ് ഞങ്ങൾ ചമ്മപ്പടിയിട്ട് ടൈമിലുള്ള ഇരുത്തിക്കാണ്. പിന്നെ അടുത്തത് ഇങ്ങനെ ഒരു ഷർട്ട് ടൈപ്പാണ് കേട്ടോ. ഷർട്ടാണ്, ബട്ടർഫ്ലൈ ഉണ്ട് അല്ലേ. അതെ. പിന്നെ അതിന് ഒരു ബ്ലാക്ക് ട്രൗസറാണ് പെയർ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഇത് ഇങ്ങനെ ഒരു ഡ്രസ്സാണ്. കിട്ടുന്നുണ്ടാക്കും. അതിന് ട്രൗസർ. ഇതിന് അങ്ങനെ ഒരു കോട്ട് പോലെയൊക്കെ ഒരു, എന്താ ഈ കോട്ടിന് പറയാ? ബാബാ സ്യൂട്ട് അല്ല, ഈ കോട്ടിന് എന്താ പറയാ? ഓവർകോട്ട്. പിന്നെ വരുന്നത് ഇതാണ്. ഇതിന് ട്രൗസറാണ്. ഇതിന് ട്രൗസർ ബാസ്ക്കറ്റിൽ അവിടെ നടക്കണ്ടേ. ഇല്ല, ഇതിനുണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഇങ്ങനെ വരണം. എല്ലാത്തിനും ഈ ബട്ടർഫ്ലൈ ഉണ്ട് അല്ലേ. അതിപ്പത്തെ ട്രെൻഡിങ് ആണ്. പിന്നെ അതൊരു ട്രൗസർ റെഡ് നല്ല മാച്ചിങ് ഉണ്ട് അല്ലേ. അധികം വൈറ്റ് ആവുന്നില്ല അല്ലേ. അല്ലേ, നിങ്ങളെന്താ കാണിക്കണേ? അല്ലുപ്പാപ്പി എന്താ കാണിക്കണേ? കാക്കു ഓനെ സൈനൊന്നാ വിളിക്കുക കേട്ടോ. കാക്കുവിന് എത്ര അല്ലു വിളിക്കാൻ പറഞ്ഞാലും കാക്കുവിന് സൈനൊന്നാ വിളിക്കും. അപ്പൊ ഓനക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഓനെ അല്ലു തന്നെ വിളിക്കണം. അവന് കൺഫ്യൂഷൻ ഒന്നുമില്ല, അവൻ എന്നെ അറിയാം. പിന്നെ ഇതൊരു വലിയ ഡ്രസ്സാണ് അത്യാവശ്യം. ട്രൗസർ മറ്റേ ഇതിന്റെ ട്രൗസർ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ പെയർ ചെയ്യാട്ടോ. പിന്നെ ഇത് ഒരു നല്ല വലുതാ അല്ലേ. അത്യാവശ്യം വലുപ്പമുണ്ട്. അത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഓനതപ്പ തന്നെ ഇടാനുള്ള പരിപാടിയാണ്. കയ്യേറ്റ് നല്ല വലിക്കുന്നുണ്ട്. പിന്നെ ഇത് അതിന്റെ ഉള്ളില്, ഇത് അതിന്റെ പുറത്തായിട്ട് വരുന്ന ഒരു കോട്ട്. അങ്ങനെയാണ് ഇതുള്ളത് കേട്ടോ. അത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാട്ടോ. അതെൻ്റെ കസിന് തന്ന ഡ്രസ്സാണ്. എൻ്റെ കസിനുണ്ട്
ആശ്രയല്ലേ അസ്നയോ ആ നമ്മുടെ മുൻഷായിന്റെ കൊണ്ടുവന്നതാണിത്. ആ ഇതെനിക്ക് നല്ല എന്താ പറയാ ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ് ആട്ടോ. നല്ലൊരു മെറ്റീരിയൽ, നല്ല നല്ല ഭംഗിയും ഉണ്ടാവും, നല്ലൊരു ലൈറ്റ് കളർ അല്ലേ അല്ലേ. ആര് കൊണ്ടുവന്നതാ? അതിന്റെ ട്രൗസർ. പിന്നെ ഇത് ഓരോ അപ്പം അടിച്ച ഡ്രസ്. ഇത് നമ്മളെടുത്തല്ലേ? ആ ഇത് നമുക്ക് ഈ മുടി കളയാന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് എടുത്താട്ടോ നമുക്ക് കൊടുത്ത ഡ്രസ്സാണിത്. അത് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, അന്ന് ഇട്ടിട്ടുള്ളൂ, പിന്നെ ഇട്ടിട്ടില്ല. പിന്നെ ഒക്കത്തിന്റെ ഓരോന്ന് കാണില്ല കേട്ടോ, എല്ലാം മിസ്സിംഗ് ആണ്. ആ അല്ല ഈ വീഡിയോ കഴിഞ്ഞാൽ പിടിക്കേണ്ടി വരുന്നു തോന്നുന്നു. ഇതാണ് ഇതിന്റെ അത് ഈ മറ്റേ ഇത് നമ്മളെ എന്താ പറയാ അതാണിത്, സ്യൂട്ട് ടൈപ്പ് അല്ലേ. ഇതിന് ഞാൻ വൈറ്റ് ബനിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വട്ടം. ഇത് ഹലോ ഉറക്കം വരുന്നുണ്ടോ? കിടക്കണോ? അല്ലുവിന് ഉറക്കം വരുന്നുണ്ട്. കിടക്കുന്നില്ലല്ലോ, നമ്മളെ വീഡിയോയിലൊക്കെ ഞാൻ അല്ലു ഉണ്ടാവും കേട്ടോ. അല്ലു വികൃതി കാണിക്കുന്നുണ്ട് ഉമ്മിന്റെ ഷാളൊക്കെ വലിച്ചിട്ട്. പിന്നെ ഇത് അതിന്റെ സെയിം ആണ്, പക്ഷെ ഇതിന്റെ ബനിയന് വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള സ്പെല്ലിങ്സ് വരുന്നൊരു ബനിയനാണ്. അത് പിന്നെ ഓൻപോന്റെ പപ്പ ഇവിടെ 40 എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങല്ലേ, മുസ്ലിംസിനെ അറിയുമായിരിക്കും. 40 കുളി എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് നമുക്ക്. പുതിയ മോഡൽ വരുന്ന പാന്റല്ല ട്രൗസർ അല്ല അതിന്, ട്രൗസറും ഷർട്ടും. ഷർട്ടല്ല കുർത്തി ടൈപ്പ് കേട്ടോ. ഇത് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അന്ന് ലൂസ് ആയിരുന്നു, അപ്പൊ നമുക്ക് ടൈറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ എവിടെയും പോകുന്നില്ലല്ലോ ഇട്ടുകൊടുക്കാൻ. പിന്നെ കുറെയൊക്കെ സിമ്പിൾ ആയിട്ടുള്ളത് മാക്സിമം ഞാൻ വീട്ടിലൊന്നും ഇട്ട് കൊടുത്തതാണ്. ഒരുപാട് ഡ്രസ് ഉണ്ടായിരുന്നു. പിന്നെ ഗോൾഡ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്, നല്ല നമ്മൾ അടുത്ത വീഡിയോയിൽ ഗോൾഡ് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇത് നമ്മളൊരു 1 ടൈം യൂസ് ചെയ്തതാണ്. നിങ്ങളുടെ മാമന് കൊണ്ടുവന്ന ഡ്രസ്സാണ്. അപ്പൊ അല്ലു കരഞ്ഞപ്പോ ഞാന് എന്റെ ബ്രദറിന് കൊടുത്തിട്ടുണ്ട്. ഇർഫാനാണ് അപ്പൊ നോക്കുന്ന ആള്. അപ്പൊ എനിക്ക് തൊണ്ടയ്ക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ കഫക്കെട്ട് പോലെ ഉണ്ട് കേട്ടോ, അതാണ് സൗണ്ട് ഇങ്ങനെ. അപ്പൊ ഇത് ഒരു സ്വെറ്റർ ടൈപ്പാണ്, അതിൻ്റെ തന്നെ പാൻസും വരുന്നുണ്ട്. ഇതൊന്നും ഇപ്പൊ ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ചൂടാണ് ഇവിടെ, എല്ലായിടത്തും ചൂടാണ്. നമുക്ക് ഇത് ഇനി എനിക്ക് ചെറുതാവോന്ന് അറിയില്ല, നോക്കാം. പിന്നെ ഇതാണ് എല്ലാം ട്രൗസേഴ്സ് ആണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ചെറുതായിട്ടുണ്ടാകുമോ എന്നാണൊരു ഡൗട്ട്. ഈ നെക്ക് ഉണ്ടോ, ഇതിങ്ങനെ ചെറുതായ കൊണ്ട് ഇട്ട് കൊടുക്കാനാവുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാന്ന് വെച്ചിട്ടും ചില ഡ്രസ്സൊക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇത് വരണം അതിന്റെ ട്രൗസറോ ഒരു മഞ്ഞ കളർ, തമിഴ്നാട്ടുകാരെ മഞ്ച പുലിക്കുട്ടി പോലെ. അടുത്ത മഞ്ഞ ഒരു 3/4 ബ്രസീലിന്റെ കളറായില്ലേ? ബ്രസീലിന്റെ കളർ ആയിട്ടില്ല അല്ലല്ലോ ഇർഫാനെ, നമ്മുടെ വലിയ ഫുട്ബോൾ പ്ലെയർ ഇവിടെ നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു വൈറ്റ് ആണ്. ഇത് അത്യാവശ്യം നല്ല വലുതാട്ടോ. ഓ അത് നല്ല രസമുണ്ടല്ലേ. പക്ഷെ അത് കുറച്ചുകൂടെ ആവണം, 1 വയസ്സൊക്കെ ആവാനാകുമ്പോൾ നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ്, കാരണം ഇതേപോലത്തെ ഡ്രസ്സ് എനിക്കുണ്ട്. ഇതേ പ്രിന്റിലുള്ള ഒരു കോട്ട് ഡ്രസ് എനിക്കുണ്ട്. ഞാൻ അന്ന് വാങ്ങി തന്നല്ലേ? എനിക്ക് 40 എടുത്തത്. പക്ഷെ അത് ഇത് ഗിഫ്റ്റ് ചെയ്ത ആൾക്ക് അത് അറിയില്ല, എനിക്ക് ആ ഡ്രസ്സല്ല. പക്ഷെ ഞങ്ങൾ കിട്ടി കഴിഞ്ഞപ്പോൾ സെയിം മാച്ച്, ഞങ്ങൾക്ക് രണ്ടാൾക്കും മാച്ചിങ് ആയിട്ട് കിട്ടിയ ഒരു സ്യൂട്ടാട്ടത്. ഞാനൊരു വട്ടം അവർക്ക് ഇട്ട് കൊടുത്തിരിക്കണം, അതാണ് ഇതിൻ്റെ ബട്ടണൊക്കെ അങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണേ.
പിന്നെ അടുത്തതും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഗിഫ്റ്റ് ചെയ്തൊരു ഡ്രസ്സാണിത്. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാട്ടോ. ഇതുവരെ അവനക്ക് ഇട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവനക്കൊരു ഷൂ, അതായത് എൻ്റെ ആൻറ്റി മേടിച്ചതെന്നാണ് ഈ ഷൂ. ഇതിലേക്ക് മാച്ചല്ലേ, അപ്പോൾ ഇത് നമുക്ക് അധികം വൈകാതെ നമുക്ക് ഇട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു വട്ടം ഒക്കെ യൂസ് ചെയ്ത ഡ്രസ്സ് ഒരു 2 or 3, പിന്നെ ബാക്കിയൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളാണ്. പിന്നെ ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ വീട്ടിലിട്ട് കൊടുത്തു. വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതെ, വീഡിയോ എടുക്കാൻ ലേറ്റ് ആയിപ്പോയി ഒക്കെ. പിന്നെ ചെറുതായി പോവില്ല, അപ്പൊ എല്ലാരും പറഞ്ഞു ഇട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പറയാ നൈസായിട്ടുള്ള തിന്നായിട്ടുള്ള ക്ലോത്തിന്റെ ഡെയിലി യൂസിന് പറ്റുന്ന കുറെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ഞാൻ വീട്ടിൽ ഇട്ട് കൊടുത്തു. ഏകദേശം പിന്നെ ഇതാവാനായി, എന്താ പറയാ, മീൻസ് നമുക്ക് ഒഴിവാക്കാൻ ടൈറ്റ് ആയി തുടങ്ങി. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്ര ഡ്രസ്സാണ് നമ്മളെ സൈനുവിന് കിട്ടിയിട്ടുള്ളത്. സൈനു എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ബട്ടണും അമർത്തിയിട്ട് ബെല്ലൈക്കണും കൂടെ എനബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാറ്. എല്ലാവർക്കും ബൈ.